ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 സെപ്റ്റംബർ 20 നടത്തിയ ദഫേദ സ്വീപ്പർ LGS ആയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 117/2025. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ് എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ഡി നിസ്സഹരണ സമരം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി നിസ്സഹരണ സമരമാണ്. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് വെച്ചാല് അത് നിസ്സഹരണ സമരമാണ്. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ചോദിച്ചാൽ അത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്, വർഷം 1918. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻ ബി പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഓപ്ഷൻ സി കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. ഓപ്ഷൻ ഡി വിചാരണ കൂടാതെ തടവിലിടാം. ഇപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഏതാ? കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. അപ്പം ഏതൊരു ഇന്ത്യക്കാരനെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, പിന്നെ വിചാരണ കൂടാതെ തടവിലിടാം. ഇതൊക്കെ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇനി റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാല് 1919 കേട്ടോ. 1919. ഇനി റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഇതൊക്കെയാണ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ. ഇനി റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിനിയമം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം ചോദിച്ചാല് 1919 ഏപ്രിൽ 6 കേട്ടോ. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിനിയമം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ ബി ബിപിൻ ചന്ദ്രപാൽ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കർ ആണ്. പൂന സന്ധി ബന്ധപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് പൂനെ ഉടമ്പടി എന്ന് പറയുന്നത്. കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചാൽ അത് പൂനെ ഉടമ്പടിയാണ്. പൂനെ ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1932 സെപ്റ്റംബർ 24. 1932 സെപ്റ്റംബർ 24. ഇനി പൂനെ ഉടമ്പടി ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അംബേദ്കറും മദൻ മോഹൻ മാളവിയാണ് കേട്ടോ. പൂനെ ഉടമ്പടി ഒപ്പുവെച്ച നേതാക്കളാണ് അംബേദ്കറും മദൻ മോഹൻ മാളവിയും. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ കസ്തൂർബ ഗാന്ധി, ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി, ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ചോദിച്ചാല് 1942 1942. ഇനി ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് അത് ജയപ്രകാശ് നാരായണനാണ് കേട്ടോ. ജയപ്രകാശ് നാരായണനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? അത് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? അത് സുഭാഷ് ചന്ദ്രബോസിന്റെയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച്
അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 321 വിഭാഗങ്ങളും 10 പട്ടികകളും. മൂന്നാമത്തെ പ്രസ്താവന ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. അപ്പം ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ എ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആക്ട്, ഓപ്ഷൻ ബി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഓപ്ഷൻ ഡി വെർണക്കുലർ പ്രസ് ആക്ട്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് കേട്ടോ. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു, 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ഇനി ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഓപ്ഷൻ ബി ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഓപ്ഷൻ സി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ തെറ്റായിട്ടുള്ളത്. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അത് BR അംബേദ്കർ ആണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നറിയപ്പെടുന്നത് അത് BR അംബേദ്കർ ആണ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച വർഷം എന്നാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച വർഷം എന്നാണെന്ന് വെച്ചാല് അത് 1947 ഓഗസ്റ്റ് 29-നാണ് കേട്ടോ. 1947 ഓഗസ്റ്റ് 29. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്ര പേരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങള് അത് 7 പേരാണ് കേട്ടോ. 7 പേരാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. ഇനി ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 42-ാം ഭേദഗതിയാണ് കേട്ടോ. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ഇനി 9-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പാർലമെന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിലാണ്. ഇനി 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മൗലിക കടമകളാണ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് മൗലിക കടമകൾ. ഇനി 11-ാമത്തെ ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. ആരാ സമപന്തി ഭോജനം? അത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പന്തി ഭോജനം നടത്തിയത് ആരാണ്? പന്തി ഭോജനം അത് തൈക്കാട് അയ്യയാണ് കേട്ടോ. പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യയും. ഇനി സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളും. മിശ്ര ഭോജനം സംഘടിപ്പിച്ചവരാണ്? മിശ്ര ഭോജനം ആരുടേതാണ്? അത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനാണ്. പ്രീതി ഭോജനം ആരുടേതാണ്? പ്രീതി ഭോജനം അത് വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വാഗ്ഭടാനന്ദൻ. 12-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ വേദാധികാര നിരൂപണം, ഓപ്ഷൻ ബി സമത്വ കേരളം, ഓപ്ഷൻ സി സമന്വയ കേരളം, ഓപ്ഷൻ ഡി വേദപ്രകാശം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വേദാധികാര നിരൂപണമാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഇനി പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതന ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് കേട്ടോ. ഏതൊക്കെയാ? പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിച്ചാൽ അതാണ് മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 13-ാമത്തെ ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മഹാത്മാ അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയുടെ വാക്കുകളാണ്. ഇനി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് വെച്ചാൽ ആരാണ്? സാധുജന പരിപാലന സംഘം അത് അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളി.
ഇനി അയ്യങ്കാളി പ്രസിദ്ധമായിട്ടുള്ള വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം എന്നാണ്? വില്ലുവണ്ടി യാത്ര 1893 കേട്ടോ. 1893 വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെയാണ്. വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ്. ഞാനിതാ പുലയശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് വെച്ചാൽ അത് അയ്യങ്കാളിയാണ് കേട്ടോ. ഞാനിതാ പുലയശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് വെച്ചാൽ അയ്യങ്കാളിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്ഷേത്ര പ്രവേശന വിളംബരം, ഓപ്ഷൻ ബി ചാന്നാർ ലഹള, ഓപ്ഷൻ സി ഗുരുവായൂർ സത്യാഗ്രഹം, ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി അമ്പലപ്പുഴ, ഓപ്ഷൻ സി ആലുവ, ഓപ്ഷൻ ഡി അരുവിപ്പുറം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ആലുവയിലാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലമാണ് ആലുവ. 16ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ബന്ധു ക്ലിനിക്ക് പദ്ധതി? ഓപ്ഷൻ എ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി, ഓപ്ഷൻ ബി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി, ഓപ്ഷൻ സി അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതി, ഓപ്ഷൻ ഡി ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ മലയാള മനോരമ, ഓപ്ഷൻ ബി ദീപിക, ഓപ്ഷൻ സി കേരള കൗമുദി, ഓപ്ഷൻ ഡി മാതൃഭൂമി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മാതൃഭൂമിയാണ്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇത് ഏത് മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണെന്ന് വെച്ചാൽ അത് മാതൃഭൂമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. 19ാമത്തെ ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സർദാർ പട്ടേൽ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേൽ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ബി ആർ അംബേദ്കർ. 22ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി മദ്രാസ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ന്യൂഡൽഹി ആണ് കേട്ടോ. അപ്പം വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് അതിന്റെ ആസ്ഥാനം എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ആണ് കേട്ടോ. ഹൈദരാബാദ്. ഇനി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മൈസൂരാണ് കേട്ടോ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ് കേട്ടോ. മൈസൂര്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ എ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഭൂഷൺ രാംകൃഷ്ണ ഗവായി ആണ് കേട്ടോ. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഭൂഷൺ രാംകൃഷ്ണ ഗവായി. 24ാമത്തെ ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റതാണ് സഞ്ജയ് മൽഹോത്ര. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കൃഷി, ഓപ്ഷൻ ബി കന്നുകാലി വളർത്തൽ, ഓപ്ഷൻ സി മത്സ്യബന്ധനം, ഓപ്ഷൻ ഡി ഗതാഗതം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഗതാഗതമാണ് കേട്ടോ.
അപ്പം കൃഷിയും മത്സ്യബന്ധനവും കന്നുകാലി വളർത്തലും ഒക്കെ ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇവയൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം ഇവയൊക്കെ ഏതിലാണ്? പ്രാഥമിക മേഖലയാണ് കേട്ടോ. അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം ഒക്കെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി വ്യവസായം, വൈദ്യുത ഉൽപാദനം, കെട്ടിട നിർമ്മാണം ഇതൊക്കെ ഏത് മേഖലയിലാണ്? വ്യവസായം, വൈദ്യുത ഉൽപാദനം, കെട്ടിട നിർമ്മാണം ഇവയൊക്കെ ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ് കേട്ടോ. ദ്വിതീയ മേഖലയാണ്. ഇനി വ്യാപാരം, വാണിജ്യം, ഗതാഗതം, ഹോട്ടല്, ബാങ്കിങ്, ഇൻഷുറൻസ് ഇവയൊക്കെ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അതായത് സേവന മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. വ്യാപാരം, വാണിജ്യം, ഗതാഗതം, ഹോട്ടല്, ബാങ്കിങ്, ഇൻഷുറൻസ് ഇതൊക്കെ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 36ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ പശ്ചിമഘട്ടമാണ് കേട്ടോ. കേരളത്തില് ആനമല, ഏലമല എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് പശ്ചിമഘട്ടം. ഇനി മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് ഏതാണ്? മഹാരാഷ്ട്ര, കർണാടക ഈ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ് കേട്ടോ. സഹ്യാദ്രി. ഈ പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ആനമുടിയാണ് കേട്ടോ. ആനമുടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ്? അത് 2012 ജൂലൈ 1-നാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷമാണ് 2012 ജൂലൈ 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 742 ആണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാല് അത് 742 ആണ്. ഇനി ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭാഷ അത് ലാറ്റിൻ ഭാഷയിലാണ് കേട്ടോ. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം ചോദിച്ചാല് 1678 തൊട്ട് 1703 ആണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 ടു 1703 ആണ്. ഇനി ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 12 ആണ് കേട്ടോ. 12. മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം എവിടെയാണ്? ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ചോദിച്ചാൽ അത് ആംസ്റ്റർഡാം ആണ് കേട്ടോ. ആംസ്റ്റർഡാം. അടുത്ത ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തമിഴ് ആണ് കേട്ടോ. തമിഴ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണെന്ന് വെച്ചാൽ അത് തമിഴാണ് കേട്ടോ. ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? അത് ബംഗാളി ഭാഷയിലാണ്. ഇനി അൽത്താ ഹുസൈൻ ഖാലി ഏതാ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഉറുദു ഭാഷയാണ് കേട്ടോ. വള്ളത്തോൾ മലയാളം ഭാഷയിലാണ്. ഭാരതേന്ദു ഹരിചന്ദ്രയും പ്രേംചന്ദും ഏത് ഭാഷയിലാ? ഭാരതേന്ദു ഹരിചന്ദ്ര, പ്രേംചന്ദ് അത് ഹിന്ദി ഭാഷയിലാണ് കേട്ടോ. ഇനി വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കൽ ഏത് ഭാഷയിലാണ്? വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കൽ അത് മറാത്തി ഭാഷയിലാണ് കേട്ടോ. മറാത്തി ഭാഷയിലാണ്. ഇനി ലക്ഷ്മിനാഥ് ബസ്ബറു ഏത് ഭാഷയിലാണ്? അസമീസ് ഭാഷയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 29ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പൊതുമേഖലാ ബാങ്ക്, ഓപ്ഷൻ ബി സഹകരണ ബാങ്ക്, ഓപ്ഷൻ സി സ്വകാര്യ മേഖലാ ബാങ്ക്, ഓപ്ഷൻ ഡി വിദേശ ബാങ്ക്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. സഹകരണ ബാങ്ക് ആണ്. വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തതാണ് സഹകരണ ബാങ്ക്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വി അബ്ദുൾ റഹ്മാൻ ആണ് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണെന്ന് വെച്ചാല് വി അബ്ദുൾ റഹ്മാൻ ആണ്. റവന്യൂ മന്ത്രി ആരാണ്? റവന്യൂ മന്ത്രി അത് കെ രാജനാണ് കേട്ടോ. കെ രാജൻ. ഇനി ജലവിഭവ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് റോഷി അഗസ്റ്റിൻ കേട്ടോ.
ജലവിഭവം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഇനി വൈദ്യുതി മന്ത്രി ആരാണ്? വൈദ്യുത മന്ത്രി അത് കെ കൃഷ്ണൻകുട്ടിയാണ്. കെ കൃഷ്ണൻകുട്ടി. ഇനി കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? കൃഷി വകുപ്പ് അത് പി പ്രസാദ് ആണ് കേട്ടോ. പി പ്രസാദ്. ഭക്ഷ്യ പൊതുവിതരണം ഏതാ? അത് ജി ആർ അനിലാണ് കേട്ടോ. ജി ആർ അനിലാണ് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി. ഇനി ഗതാഗത മന്ത്രി ആരാണ്? ഗതാഗത മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് കെ ബി ഗണേഷ് കുമാർ ആണ് കേട്ടോ. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആണ്. ഇനി രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? രജിസ്ട്രേഷൻ അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 31ാമത്തെ ക്വസ്റ്റ്യൻ. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി എന്റെ കേരളം എന്നും സുന്ദരം. ഒന്നുകൂടെ പറയാം. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് എന്റെ കേരളം എന്നും സുന്ദരം. 32ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയില് ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കേരളമാണ്. ഇന്ത്യയില് ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപതി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ജാർഖണ്ഡ് ആണ് കേട്ടോ. ജാർഖണ്ഡ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഋതുക്കൾ ആണ് കേട്ടോ. മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥമാണ് ഋതുക്കൾ. മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത് മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് കേട്ടോ. ഈ മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത് മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ്. മൗസിം എന്ന വാക്കിന്റെ അർത്ഥമാണ് ഋതുക്കൾ എന്ന് പറയുന്നത്. ഇനി മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച അറബി പണ്ഡിതൻ ആരാണ്? മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച അറബി പണ്ഡിതൻ ആരാണെന്ന് വെച്ചാൽ അത് ഹിപ്പാലസ് ആണ് കേട്ടോ. ഹിപ്പാലസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഗോദാവരിയാണ്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. 36ാമത്തെ ക്വസ്റ്റ്യൻ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഓപ്ഷൻ എ ഹിമാലയം, ഓപ്ഷൻ ബി അറബിക്കടൽ, ഓപ്ഷൻ സി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ ഡി ബംഗാൾ ഉൾക്കടൽ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അറബിക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയാണ് അറബിക്കടല്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ധാർ മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ അരാവലി നിരകൾ, ഓപ്ഷൻ ബി മൈക്കല നിരകൾ, ഓപ്ഷൻ സി വിന്ധ്യ നിരകൾ, ഓപ്ഷൻ ഡി സത്പുര നിരകൾ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അരാവലി നിരകളാണ് കേട്ടോ. 39ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ മലനാട്, ഓപ്ഷൻ ബി ഉത്തര മഹാസമുദ്രം, ഓപ്ഷൻ സി തീരപ്രദേശങ്ങൾ, ഓപ്ഷൻ ഡി ഇടനാട്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഉത്തര മഹാസമുദ്രം. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് മലനാടാണ് കേട്ടോ. മലനാട്. ഇനി സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇടനാടാണ് കേട്ടോ. ഇടനാട്. പിന്നെന്താ? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം എന്നറിയപ്പെടുന്നത് കേട്ടോ. തീരപ്രദേശം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? ഓപ്ഷൻ എ ഗോതമ്പ്, ഓപ്ഷൻ ബി പുകയില, ഓപ്ഷൻ സി നെല്ല്, ഓപ്ഷൻ ഡി കടുക്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി നെല്ലാണ് കേട്ടോ. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. പ്രധാന ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി ഇവയൊക്കെ ഖാരിഫ് വിളകളാണ് കേട്ടോ. നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ് ഇവയൊക്കെ എന്താണ്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ ഇതൊക്കെ റാബി വിളകളാണ് കേട്ടോ. ഗോതമ്പ്, പുകയില, കടുക് ഇവയൊക്കെ റാബി വിളകളാണ്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രഗിരി പുഴ, ഓപ്ഷൻ ബി ചാലിയാർ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി പാമ്പാർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പാമ്പാർ ആണ് കേട്ടോ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന
നദിയാണ് പാമ്പാർ. മറ്റു രണ്ടെണ്ണം ഏതൊക്കെയാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികള് 3 ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. 42ാമത്തെ ക്വസ്റ്റ്യൻ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായലാണ് കേട്ടോ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായല്. 43ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ പശ്ചിമഘട്ടമാണ് കേട്ടോ. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ വിനോദ നികുതി, ഓപ്ഷൻ ബി ഭൂനികുതി, ഓപ്ഷൻ സി കോർപ്പറേറ്റ് നികുതി, ഓപ്ഷൻ ഡി സ്റ്റാമ്പ് നികുതി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വിനോദ നികുതിയാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണമാണ് വിനോദ നികുതി. പിന്നെ വസ്തുനികുതിയും തൊഴിൽ നികുതിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഇനി ഈ കേന്ദ്ര സർക്കാർ പിരിക്കുന്ന നികുതികളാണ് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST. ഇതൊക്കെ എന്താണ്? കേന്ദ്ര സർക്കാർ പിരിക്കുന്ന നികുതിയാണ് കേട്ടോ. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST ഒക്കെ അത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ. ഇനി സംസ്ഥാന സർക്കാർ പിരിക്കുന്ന നികുതിയാണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. ഇതൊക്കെ സംസ്ഥാന സർക്കാർ പിരിക്കുന്ന നികുതിയാണ്. ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST ഇതൊക്കെ സംസ്ഥാന സർക്കാർ പിരിക്കുന്ന നികുതിയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സർക്കാർ പിരിക്കുന്ന നികുതിയാണ് വസ്തുനികുതി, തൊഴിൽ നികുതി കേട്ടോ. വസ്തുനികുതിയും തൊഴിൽ നികുതിയൊക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 45ാമത്തെ ക്വസ്റ്റ്യൻ, സിംഹവാലം കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പാലക്കാടാണ് കേട്ടോ. പാലക്കാട്. 46ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ എ ഇടനാട്, ഓപ്ഷൻ ബി മലനാട്, ഓപ്ഷൻ ഡി പീഠഭൂമികൾ, ഓപ്ഷൻ ഡി തീരപ്രദേശങ്ങള്. ഏതാ? ഇടനാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, എന്നാലും ക്യാൻസൽ ആക്കി. എന്തുവാന്നോ എനിക്കറിയത്തില്ല. 47ാമത്തെ ക്വസ്റ്റ്യൻ, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ എ മാലിന്യമുക്തം നവകേരളം, ഓപ്ഷൻ ബി തെളിനീരൊഴുകും നവകേരളം, ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ, ഓപ്ഷൻ ഡി ജൽജീവൻ മിഷൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. 48ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സുഭിക്ഷ കേരളമാണ് കേട്ടോ. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ കേരളം. 49ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി, ഓപ്ഷൻ ബി സൂര്യകുമാർ യാദവ്, ഓപ്ഷൻ സി ജോസ് ബട്ട്ലർ, ഓപ്ഷൻ ഡി സായി സുദർശൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശിയാണ്. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയത്, ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിന്റെ 2025 ജേതാവാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ശ്യാമപ്രസാദ്, ഓപ്ഷൻ ബി ലാൽ ജോസ്, ഓപ്ഷൻ സി ഷാജിയൻ കരുണ്, ഓപ്ഷൻ ഡി രഞ്ജിത്ത്. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ഈ ഷാജിയൻ കരുണിനായിരുന്നു. എന്തുകൊണ്ടാണോ 2023, ഇവിടെ 2025 എന്നാണ് കൊടുത്തത്, അതുകൊണ്ടായിരിക്കും ക്യാൻസൽ ആക്കി കളഞ്ഞത്. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി തൃശ്ശൂര്, ഓപ്ഷൻ ഡി വയനാട്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കൊല്ലമാണ്. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ലയാണ് കൊല്ലം. 52ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വിഴിഞ്ഞം ആണ് കേട്ടോ. വിഴിഞ്ഞം. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്ത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഡയഫ്രം ആണ് കേട്ടോ. ഡയഫ്രം. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരാണ് ഡയഫ്രം. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ,
ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്നു. ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് നെല്ല് അക്ഷയ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മുളക് ഉജ്ജ്വല, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പയർ പവിത്ര, നാലാമത് പറഞ്ഞിരിക്കുന്നത് തക്കാളി ലോല. ഇപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 2 മാത്രമാണ്. ഏതാ? മുളക് ഉജ്ജ്വല. ഈ ലോല എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിളയാണ്? ലോല പയറിന്റെ ആണ് കേട്ടോ. പയറ്. പവിത്രയോ? പവിത്ര അത് നെല്ലിന്റെ ആണ് കേട്ടോ. പവിത്ര നെല്ലിന്റെ ആണ്. ഇനി അക്ഷയ എന്തിന്റെയാണ്? അക്ഷയ അത് തക്കാളിയാണ് കേട്ടോ. തക്കാളി. 55ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രസിദ്ധമായ ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ മസനോബു ഷിക്കുവോക്ക. 56ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര? ഓപ്ഷൻ എ 29.9%, ഓപ്ഷൻ ബി 20%, ഓപ്ഷൻ സി 20.9%, ഓപ്ഷൻ ഡി 22%. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 20.9% ആണ് കേട്ടോ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവാണ് 20.9%. ഇനി അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവ് എത്രയാണ്? നൈട്രജന്റെ അളവ് ചോദിച്ചാൽ അത് 78.08 ആണ് കേട്ടോ. 78.08 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 57ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിന്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള വിറ്റാമിൻ സി ആണ് കേട്ടോ. വിറ്റാമിൻ സിയുടെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയില് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. 58ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ബി ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇനി 59ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കല്ലേൻ പൊക്കുടനാണ് കേട്ടോ. കല്ലേൻ പൊക്കുടന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. 60ാമത്തെ ക്വസ്റ്റ്യൻ. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 32. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 8 ആണ് കേട്ടോ. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 8. 61ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിന്റെ ധാതു ഏത്? ഓപ്ഷൻ എ കലാമിൻ, ഓപ്ഷൻ ബി കുപ്രൈറ്റ്, ഓപ്ഷൻ സി ക്രയോലൈറ്റ്, ഓപ്ഷൻ ഡി മാഗ്നറ്റൈറ്റ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ക്രയോലൈറ്റ് ആണ് കേട്ടോ. ക്രയോലൈറ്റ്. അലൂമിനിയത്തിന്റെ ധാതുവാണ് ക്രയോലൈറ്റ്. കലാമിൻ എന്തിന്റെയാ? കലാമിന് അത് സിങ്കിന്റെ ആണ് കേട്ടോ. സിങ്ക്, കലാമിൻ. മാഗ്നറ്റൈറ്റ് എന്തിന്റെയാണ്? മാഗ്നറ്റൈറ്റ് അത് ഇരുമ്പിന്റെ ആണ് കേട്ടോ. ഇരുമ്പ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇവയൊക്കെ ഇരുമ്പിന്റെ ആണ് കേട്ടോ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കലോറി ഈസിക്കൽ ടു ഡാഷ് ജൂൾ. ഓപ്ഷൻ എ 42, ഓപ്ഷൻ ബി 4.2, ഓപ്ഷൻ സി 0.42, ഓപ്ഷൻ ഡി 420. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 4.2 ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ് കേട്ടോ. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ. പാമ്പ് ഇര പിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദ പ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. ഓപ്ഷൻ എ തറയിലൂടെ, ഓപ്ഷൻ ബി വായുവിലൂടെ, ഓപ്ഷൻ സി ശൂന്യതയിലൂടെ, ഓപ്ഷൻ ഡി ജലത്തിലൂടെ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ തറയിലൂടെയാണ് കേട്ടോ. പാമ്പ് ഇര പിടിക്കാൻ തറയിലൂടെയുള്ള ശബ്ദ പ്രേഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. 64ാമത്തെ ക്വസ്റ്റ്യൻ. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കിലോഗ്രാം ആണ് കേട്ടോ. അപ്പൊ മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ. 65ാമത്തെ ക്വസ്റ്റ്യൻ. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻ എ വെനീറ 1, ഓപ്ഷൻ ബി വേഗ 1, ഓപ്ഷൻ സി മറൈനർ 1, ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റർ മിഷൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വീനസ് ഓർബിറ്റർ മിഷൻ ആണ്. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കിയ ദൗത്യത്തിന്റെ പേരാണ് വീനസ് ഓർബിറ്റർ മിഷൻ. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം
നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ ജോൺ ജെമ്പർ, ഓപ്ഷൻ ബി ഡേവിഡ് ബക്കർ, ഓപ്ഷൻ സി ഹാങ്കാങ്, ഓപ്ഷൻ ഡി ഡെമിസ് ഹസാബിസ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഹാൻകാങ് ആണ് കേട്ടോ. അപ്പം ഹാൻകാങ്ങിന് 2024 സാഹിത്യ നോബലാണ് ലഭിച്ചത്. സാഹിത്യ നോബലാണ് ഹാൻകാങ്ങിന് 2024 ലഭിച്ചത്. 2025 രസതന്ത്ര നോബൽ ആർക്കൊക്കെയാണ് ലഭിച്ചത്? 2025 3 പേർക്ക്. ആർക്കൊക്കെയാ? സുസുമു കിറ്റോഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഖി. ഇവർക്കാണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് കേട്ടോ. ആരൊക്കെയാ? സുസുമു കിറ്റോഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഖി. അടുത്ത ക്വസ്റ്റ്യൻ, 67ാമത്തെ ക്വസ്റ്റ്യൻ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ഓപ്ഷൻ എ കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ, ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ, ഓപ്ഷൻ സി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ഓപ്ഷൻ ഡി അനോഫിലസ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറയാണ് കേട്ടോ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ. 68ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ? ഓപ്ഷൻ എ സ്പർശനം, ഹസ്തദാനം എന്നിവയിലൂടെ, ഓപ്ഷൻ ബി ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ, ഓപ്ഷൻ സി HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, ഓപ്ഷൻ ഡി കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എയ്ഡ്സ് രോഗം പകരുന്നത് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഹീമോഫീലിയ ആണ് കേട്ടോ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. 71ാമത്തെ ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത്? ഓപ്ഷൻ എ ഫാറ്റി ലിവർ, ഓപ്ഷൻ ബി തിമിരം, ഓപ്ഷൻ സി മന്ത്, ഓപ്ഷൻ സി ശ്വാസകോശ ക്യാൻസർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് ശ്വാസകോശ ക്യാൻസർ. 72ാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി BCG ആണ് കേട്ടോ. BCG വാക്സിൻ ആണ്. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് BCG. 73ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ അഞ്ചാം പനി, ഓപ്ഷൻ ബി TB, ഓപ്ഷൻ സി മലേറിയ, ഓപ്ഷൻ ഡി കുഷ്ഠം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മലേറിയ ആണ് കേട്ടോ. അപ്പം അഞ്ചാം പനി, TB, കുഷ്ഠം ഇവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത്? ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഓപ്ഷൻ ബി വിദ്യാകിരണം, ഓപ്ഷൻ സി ശ്രുതി തരംഗം, ഓപ്ഷൻ ഡി ആരോഗ്യ കിരണം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആരോഗ്യ കിരണമാണ് കേട്ടോ. ആരോഗ്യ കിരണമാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആർദ്രം മിഷനിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം, ഓപ്ഷൻ ബി ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങള്, ഓപ്ഷൻ സി PHCകളെ FHCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ഓപ്ഷൻ ഡി ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പൊ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങള്, പിന്നെന്താണ് PHCകളെ FHCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. 76ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ പ്രമേഹം, ഓപ്ഷൻ ബി കുഷ്ഠം, ഓപ്ഷൻ സി ക്യാൻസർ, ഓപ്ഷൻ ഡി അഞ്ചാം പനി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കുഷ്ഠമാണ്. കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 77ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഗ്രേറ്റ് ബ്രിട്ടൻ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ചൈന. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ചൈനയാണ് കേട്ടോ. ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, 78ാമത്തെ ക്വസ്റ്റ്യൻ, വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ
പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി തമിഴ്നാട്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കേരളമാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം. 79ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്ത്? ഓപ്ഷൻ എ തിരുവനന്തപുരം സൗത്ത്, ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത്, ഓപ്ഷൻ സി തിരുവനന്തപുരം ഈസ്റ്റ്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം വെസ്റ്റ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത് ആണ്. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് തിരുവനന്തപുരം നോർത്ത്. 80ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏത്? ഓപ്ഷൻ എ സാൻ ഫെർണാണ്ടോ, ഓപ്ഷൻ ബി MSC ക്ലോഡ് ഗിറാർഡറ്റ്, ഓപ്ഷൻ സി MV കൈരളി, ഓപ്ഷൻ ഡി നാവിയോസ് ടെമ്പോ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി MSC ക്ലോഡ് ഗിറാർഡറ്റ് ആണ് കേട്ടോ. 2024 സെപ്റ്റംബറില് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗിറാർഡറ്റ്. ഇനി വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന ആദ്യ കപ്പൽ ചോദിച്ചാൽ ഏതാണ്? വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ കപ്പലാണ് ഷെൻഹുവ 15 കേട്ടോ. ഷെൻഹുവ 15. ഇനി വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന ആദ്യത്തെ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സാൻ ഫെർണാണ്ടോ ആണ് കേട്ടോ. സാൻ ഫെർണാണ്ടോ. ഇനി വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന രണ്ടാമത്തെ ചെറു കപ്പലാണ് മറീൻ അസൂർ എന്ന് പറയുന്നത്. മറീൻ അസൂർ. ഏറ്റവും വലുത് MSC ക്ലോഡ് ഗിറാർഡറ്റ്. MSC ക്ലോഡ് ഗിറാർഡറ്റ്. അത് 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.